ഹലോ ആൻഡ് വെൽക്കം. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യയുടെ കൂടെ റോൾ ഉൾപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ ആണ്, അല്ല ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഹെഡിങ്ങുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് ഇന്ത്യ ബീറ്റ്സ് ചൈന ടു ഇമേർജ് വേൾഡ്സ് സെക്കൻഡ് ബിഗസ്റ്റ് ആംസ് ഇമ്പോർട്ടർ എന്നാണ്. ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ ആയുധ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം. ഇത് 2020-24 കാലഘട്ടത്തിലെ റിപ്പോർട്ടാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലോകത്തിലെ വളരെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സിപ്രി എന്ന് പറയാം, SIPRI, സിപ്രി. ഇതാണ് ലോകത്തിലെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് എന്നോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് നമുക്ക് ലോകത്തിലെ ഈ ആയുധ വ്യാപാരവുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള റിപ്പോർട്ടുകളും അല്ലെങ്കിൽ ന്യൂസും ഈവൻസും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ സിപ്രിയുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പം പത്രങ്ങളിൽ വരുന്ന എല്ലാ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനം അവരുടെ റിപ്പോർട്ടുകളെ ബേസ് ചെയ്താണ്. പിന്നെ അത് പറഞ്ഞ യുക്രൈൻ ദ വേൾഡ്സ് ബിഗസ്റ്റ് ആംസ് ഇമ്പോർട്ടർ. അതായത് ഈ പറഞ്ഞ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 2022 മുതൽ യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ഈ 2024 വരെയുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം യുക്രൈനായി മാറിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ആ രാജ്യം റഷ്യയുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള കഴിഞ്ഞ 2 വർഷത്തെ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം നമുക്ക് അറിയുകയും ചെയ്യാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോമിനൻസ് ഓഫ് ഗ്ലോബൽ ആംസ് എക്സ്പോർട്സ്. എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ അമേരിക്ക തന്നെയാണ് മുൻപന്തിയിൽ. റഷ്യയുടെ എക്സ്പോർട്സ് വളരെയധികം കുറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റൊരു വാർത്തയാണ്. യുക്രൈൻ റീപ്ലേസസ് ഇന്ത്യ എന്നുവെച്ചാൽ ഇന്ത്യയെ മാറ്റിയിട്ട്, ഇന്ത്യ പിന്തള്ളിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആംസ് ഇമ്പോർട്ടറായി മാറി. US റിമൈൻസ് ബിഗസ്റ്റ് സെല്ലർ. ഏറ്റവും വലിയ സെല്ലർ അമേരിക്ക തന്നെയാണ് എന്നുള്ളതാണ് ഇതിനകത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്നല്ല. അപ്പോൾ യുക്രൈൻ്റെ കാര്യം നമുക്കറിയാം. റഷ്യയുമായിട്ട് 2022 ഫെബ്രുവരി മുതൽ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നിരന്തരമായ ആയുധങ്ങളുടെ ആവശ്യമുണ്ട്. ഏത് രാജ്യത്തിനും അങ്ങനെ തന്നെയാണല്ലോ, തീർച്ചയായും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുക്രൈൻ ഏറ്റവും വലിയ ആംസ് ഇമ്പോർട്ടറായി മാറിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ള കാര്യം. 2020-24 കാലഘട്ടത്തിൽ 2024 കാലഘട്ടത്തിലെ റിപ്പോർട്ടാണ് ശരിക്കും തന്നത്. പക്ഷേ 22 മുതലാണല്ലോ യുക്രൈൻ വാർ തുടങ്ങുന്നത്. അപ്പോൾ 22-ന് ശേഷമുള്ള കാര്യമാണ് യുക്രൈനെ സംബന്ധിച്ച്. ഈ 2 വർഷം തീർച്ചയായിട്ടും യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും ആയുധം ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട്, മറ്റേ എപ്പോഴും ഇന്ത്യ അല്ലെങ്കിൽ സൗദി അറേബ്യ, ഖത്തർ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെയാണ് എപ്പോഴും മുൻപന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ 2015-19 കാലഘട്ടത്തിലെ അപേക്ഷിച്ച് 100% മുകളിൽ യുക്രൈൻ്റെ ആംസ് ഇമ്പോർട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തന്നെ പൊതുവെ 155% ഈ പീരീഡിൽ, അതായത് 2020-24 കാലഘട്ടത്തിൽ 155% മേളിൽ അവരുടെ ആംസ് ഇമ്പോർട്ട് അല്ലെങ്കിൽ ആയുധ ഇറക്കുമതികൾ വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. അത് റഷ്യ യൂറോപ്പ് ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാനമാക്കണം. കാരണം യുദ്ധം ഏത് സമയത്ത് എങ്ങോട്ട് വ്യാപിക്കും എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും സമീപ പ്രദേശങ്ങളിലുള്ള മറ്റെല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ആയുധങ്ങളുടെ ശേഖരം കൂടുതലായി വേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആയുധ ശേഖരം അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നേറ്റോയിലൊക്കെയുള്ള ഒത്തിരി രാജ്യങ്ങൾ ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ തീർച്ചയായിട്ടും അവരുടെ 155%-ഓളം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ ആയുധ ഇമ്പോർട്ട് കൂടിയിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്നതിൽ അമേരിക്ക തന്നെയാണ് 43% മൊത്തം ഗ്ലോബലി. നമ്മൾ ലോകത്തിൻ്റെ മൊത്തം ആയുധ എക്സ്പോർട്ടിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള അമേരിക്ക തന്നെയാണ് 43%. റഷ്യയുടെ യുക്രൈൻ വാറിന് ശേഷം 64%-ഓളം കുറഞ്ഞിട്ടുണ്ട്. അത് കുറഞ്ഞു കാരണം അവർക്ക് തീർച്ചയായിട്ടും യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ പല രീതിയിലുള്ള ആയുധങ്ങൾ നൽകിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ അതെല്ലാം നിർത്തിവെക്കേണ്ട ഒരു കാഴ്ച കൂടിയാണ് നമുക്ക്. അത് തീർച്ചയായിട്ടും റഷ്യയുടെ എക്സ്പോർട്ടിനെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ 64%-ഓളം അവരുടെ എക്സ്പോർട്ട് ബിസിനസ്സിനെ അത് ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വലിയൊരു റഷ്യയെ സംബന്ധിച്ചതൊരു
ഏഹ്, പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള 2020 24 കാലയളവിലെ റിപ്പോർട്ടാണിത്. അപ്പം അതിനകത്തിൽ ഏറ്റവും 10 ആംസ് എക്സ്പോർട്ടേഴ്സിൽ ഏകദേശം 2015-19 കാലഘട്ടത്തിലെ പോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ റഷ്യയുടെ സ്ഥാനം 2ആയിരുന്നു നേരത്തെ. അത് യുക്രൈൻ വാറിന് ശേഷം അത് ഫ്രാൻസ് ആണ് 2ആം സ്ഥാനത്തെത്തിയത്. അമേരിക്കയ്ക്ക് 43%. അതിൻ്റെ അടുത്ത് ആരും തന്നെ ഇല്ല. 2ആം സ്ഥാനത്ത് നിൽക്കുന്നത് ഫ്രാൻസ് ആണ്, 9.6%. ഇറ്റലിക്ക് 4.8%. ഇറ്റലിയുടെ സ്ഥാനം 10ൽ നിന്ന് 6ലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം റഷ്യയുടെ സ്ഥാനം ഫ്രാൻസിന്റെ താഴെ പോയി, മൂന്നാമതായിട്ടുണ്ട്. ഏകദേശം 7.8% മാത്രമേ ഉള്ളൂ റഷ്യയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ ആയുധം എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലാണ്. ഏതാണ്ട് 35 രാജ്യങ്ങളോളം യുക്രൈന് ആയുധങ്ങൾ, റഷ്യയായിട്ടുള്ള വാർ തുടങ്ങിയതിന് ശേഷം 35 രാജ്യങ്ങളോളം യുക്രൈന് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. പാകിസ്ഥാൻ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴും വളരെ കൂടുതൽ ഡെലിവറീസ് ഒക്കെ പൈപ്പ് ലൈനിൽ തന്നെയാണ്. 2024 കാലഘട്ടത്തിൽ ഏതാണ്ട് മൊത്തം ഉള്ള ആയുധ ഇറക്കുമതിയുടെ 8.8% യുക്രൈൻ ആണ് ലഭിച്ചത്. അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ യുക്രൈന് കൊടുക്കുന്നത്, 45%. പിന്നെ ജർമ്മനിയാണ് 12%. പിന്നെ പോളണ്ടാണ് 11%. അപ്പം യൂറോപ്പിൽ നിന്നുള്ള ഒരേ ഒരു രാജ്യം യുക്രൈൻ മാത്രമാണ് ഏറ്റവും ടോപ്പ് ഇമ്പോർട്ടേഴ്സിൽ. ആദ്യത്തെ 10 ഇമ്പോർട്ടേഴ്സിൽ യുക്രൈൻ മാത്രമാണ് യൂറോപ്പിൽ നിന്നുള്ളത്. പക്ഷേ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഈ കാലയളവിൽ അവരുടെ ആയുധങ്ങൾ കൂടുതൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. കാരണം റഷ്യ യുക്രൈൻ വാറിനെ ഭയന്നും അല്ലെങ്കിൽ അതിൽ കൂടിയുള്ള ആശങ്കകളൊക്കെ കണക്കെടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ നേറ്റോ രാജ്യങ്ങൾ തന്നെ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആയുധങ്ങൾക്ക് വേണ്ടി. അപ്പോൾ 2015-19 അപേക്ഷിച്ച് 2020-24 കാലഘട്ടത്തിൽ 105%-ഓളം യൂറോപ്യൻ രാജ്യങ്ങളുടെ 105%-ന് മുകളിൽ വർദ്ധിച്ചിട്ടുണ്ട് ആയുധങ്ങളുടെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അതിൽ 64% അമേരിക്കയിൽ നിന്നാണ് വാങ്ങപ്പെടുന്നത്. അപ്പോൾ അത് പിന്നെ 2015-14 കാലഘട്ടത്തിനേക്കാൾ ഏറ്റവും കൂടുതലാണ്. ഇപ്പം യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടെയാണ്, അതിൻ്റെ വെളിച്ചത്തിൽ കൂടെയാണ് ഈ ഒരു വൻ വർധനവ് എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രാൻസ്, സൗത്ത് കൊറിയ, ജർമ്മനി, ഇസ്രായേൽ ഇവരൊക്കെ തന്നെയാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ കൊടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്, അമേരിക്ക കഴിഞ്ഞാൽ. അമേരിക്കയാണ് മേജർ സപ്ലയർ. 64%-ഓളം അമേരിക്കയാണ് യൂറോപ്യൻ നേറ്റോ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഫ്രാൻസ്. കാരണം ഓൾറെഡി ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ US, റഷ്യ, ഫ്രാൻസ്, ജർമ്മനി ഇതുപോലുള്ള രാജ്യങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ ഷെയറിൻ്റെ അടുത്ത് ഒട്ടുമില്ല. റഷ്യ യുക്രൈൻ വാറിന് മുമ്പ് തന്നെ അവർ 2ആം സ്ഥാനത്താണെങ്കിൽ തന്നെയും അമേരിക്കയ്ക്കൊപ്പം തന്നെ നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, റഷ്യക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ 2ആം സ്ഥാനത്ത് ആയുധങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ റഷ്യ ആയിരുന്നു. പക്ഷേ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം റഷ്യക്ക് ആ സ്ഥാനം ഫ്രാൻസിന് നൽകേണ്ടി വന്നു. കാരണം റഷ്യക്ക് എക്സ്പോർട്ട് ഒന്നും ചെയ്യാനുള്ള സാധ്യതകൾ മുന്നിലില്ലാത്തത് കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യയുടെ എക്സ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ 21%, 2015-19 അപേക്ഷിച്ച് 2020-24 കാലഘട്ടത്തിൽ അമേരിക്കയുടെ എക്സ്പോർട്ട് 21%-ഓളം കുറയുകയും, അതുപോലെ തന്നെ ഈ പറഞ്ഞ മൊത്തവും ഗ്ലോബൽ ആംസ് എക്സ്പോർട്സിൽ അതിൻ്റെ ഷെയർ 35%-ൽ നിന്ന് 43%-ആയി മാറുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ എക്സ്പോർട്ട് കൂടിയിട്ടുണ്ട് 25%. 2015-19 കാലയളവിനെ അപേക്ഷിച്ച് 2020-24 കാലഘട്ടത്തിൽ. പക്ഷേ ഗ്ലോബലി അവരുടെ ഷെയറും കൂടിയിട്ടുണ്ട്, 35%-ൽ നിന്ന് 43%-ആയിട്ടുണ്ട്. അപ്പോൾ 107 രാജ്യങ്ങൾ, ഏകദേശം 107 രാജ്യങ്ങൾക്ക് അമേരിക്ക ആയുധങ്ങൾ 2024 കാലഘട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് 2 ദശാബ്ദക്കാലത്തിനുള്ളിൽ അമേരിക്കയുടെ ആയുധങ്ങൾ 2024 കാലഘട്ടത്തിൽ യൂറോപ്പിലേക്ക് കൂടുതലായിട്ട് പോകുന്നത്. മറ്റേ എപ്പോഴും മിഡിൽ ഈസ്റ്റിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ സൗദി അറേബ്യ ആണ് ഏറ്റവും കൂടുതൽ അവരുടെ ആയുധങ്ങൾ മേടിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ
എല്ലാ കാലയളവിലും നോക്കിക്കഴിഞ്ഞാൽ സൗദി അറേബ്യ ഒരു ടോപ്പ് ആംസ് ഈ ഇമ്പോർട്ടർ തന്നെയാണ്. കാരണം ഇന്ത്യ ആയിരിക്കും മിക്കവാറും ടോപ്പിൽ, മിക്കവാറും വർഷങ്ങളിലെല്ലാം തന്നെ ടോപ്പിൽ ഇന്ത്യ തന്നെ ആയിരിക്കും ആംസ് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ. പക്ഷേ ഇപ്പോൾ യുക്രൈൻ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിയ ഒരു അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ യുദ്ധം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ യുക്രൈനാണ് ടോപ്പ് ഇമ്പോർട്ടർ. അപ്പം യുദ്ധം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മാറും തീർച്ചയായിട്ടും. കാരണം ഇന്ത്യക്ക് ആ സ്ഥാനം വീണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കും. ഇന്ത്യ, സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ ഇതുപോലുള്ള രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ. നേരത്തെ ചൈന ടോപ്പ് 10 ആംസ് ഇമ്പോർട്ടേഴ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചൈനയ്ക്ക് അതിൻ്റെ അങ്ങനെ ഒരു അവസ്ഥയുടെ ആവശ്യമില്ല. കാരണം അത് തീർച്ചയായിട്ടും ഇത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ആംസ് ഇമ്പോർട്ട് ചെയ്യുകയാണ്, എക്സ്പോർട്ട് ചെയ്യുകയല്ല. അതായത് ആയുധങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിലാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം എന്ന് നമ്മൾ പറയുന്നത്. അത് എൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയില്ല. കാരണം അത് നമുക്ക് ആഭ്യന്തരമായിട്ട് നമുക്ക് നമ്മുടെ സേനയ്ക്ക് വേണ്ട ആയുധങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നൽകാൻ കഴിയാത്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ആംസ് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ അമേരിക്കയുടെ എക്സ്പോർട്ട് കൂടിയ അവസ്ഥയിൽ റഷ്യയുടെ 64% കുറയുകയുണ്ടായി 15-19 കാലഘട്ടത്തിനെ അപേക്ഷിച്ച് 2020-24 കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ഡിക്ലൈൻ കുറവ് റഷ്യ യുക്രൈൻ വാറിന് മുൻപേ തന്നെ തുടങ്ങിയതാണ്. കാരണം 2020-21 റഷ്യയുടെ എക്സ്പോർട്ട് വോളിയൂംസ് വളരെ കുറവായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. പിന്നെ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം അത് കൂടുതൽ ആക്സിലറേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും, റഷ്യയുടെ ആംസ് എക്സ്പോർട്ടിൻ്റെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ. കാരണം അവർക്ക് വേണ്ടി നിർമ്മിക്കുന്ന ആയുധങ്ങളെല്ലാം അവർക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റ് വ്യാപാര ഉപരോധങ്ങൾ റഷ്യയുടെ മേലുള്ള, അപ്പം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും സെല് ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു കാലയളവ്. കാരണം റഷ്യ യുക്രൈൻ വാർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ ഇതുപോലുള്ള രാജ്യങ്ങൾ അവർക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങൾ കാരണം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം പ്രൊഡക്ഷൻ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കമ്പോണൻസും പല സ്പെയറും പല മെറ്റീരിയൽസും ഒക്കെ തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് വരാണ്ടിരിക്കുന്നു. അപ്പോൾ ആ രാജ്യങ്ങളെയൊക്കെ അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള രാജ്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ട്രേഡ് സാങ്ഷൻസ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. റഷ്യ ഏകദേശം 2023 കാലത്ത് 33 രാജ്യങ്ങൾക്കോ ആയുധങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്നത് ഇന്ത്യയാണ്, പിന്നെ ചൈനയാണ്, പിന്നെ കസഖ്സ്ഥാനാണ്. ഏകദേശം 2/3 റഷ്യയുടെ ആംസ് എക്സ്പോർട്ടിൻ്റെ 2/3 കൺസ്യൂം ചെയ്യുന്നത് ഇന്ത്യ, ചൈന, കസഖ്സ്ഥാനാണ്. ഇന്ത്യ 38%. ഇന്ത്യയുടെ ഈ ഷെയർ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഷെയർ കുറവാണ്. നേരത്തെ റഷ്യ യുക്രൈൻ വാറിന് മുമ്പ് ഏകദേശം അത് 60-ന് മേളിൽ നമ്മൾ പ്രവണത നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. പക്ഷേ യുക്രൈൻ വാറിന് ശേഷം വളരെ ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു കാരണം കൊണ്ടും, പിന്നെ ഇന്ത്യ, അമേരിക്ക, ഫ്രാൻസ്, ഇസ്രായേൽ ഇതുപോലുള്ള രാജ്യങ്ങളെ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങിയത് കൊണ്ടും, പിന്നെ ഇന്ത്യ കുറേയൊക്കെ ആഭ്യന്തരമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ കൊണ്ടും ഇന്ത്യക്ക് റഷ്യയെ ആശ്രയിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞതുകൊണ്ടാണ് ഈ 31% വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ ചൈന 17% ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. കസഖ്സ്ഥാൻ 11% ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം 38-ഉം 17-ഉം 11-ഉം 17-ഉം 11-ഉം 28, 28-ഉം 36, 36-ഉം 30-ഉം 66% ഈ 3 രാജ്യങ്ങൾ, അതായത് റഷ്യയുടെ മൊത്തം ആംസ് എക്സ്പോർട്ടിൻ്റെ 66% ഈ 3 രാജ്യങ്ങളാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഫ്രാൻസ് റഷ്യയെ പിന്തള്ളി 2-ാം സ്ഥാനത്തെത്തി. 65 രാജ്യങ്ങൾക്കോളം അവർ ആംസ് കൊടുക്കുന്നുണ്ട്, ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് പലതരത്തിലുള്ള. ഇപ്പം നമുക്കറിയാം, നമ്മൾ തന്നെ അവരിൽ നിന്ന് റഫേൽ വാങ്ങിക്കുന്നുണ്ട്, മിറാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള ന്യൂക്ലിയർ സബ്മറൈൻസ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള ആംസ്, അമിനീഷൻസ് ഒക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ രാജ്യങ്ങൾ. അപ്പോൾ അവർ ഇതെല്ലാം മറ്റു രാജ്യങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസ് ഇപ്പോൾ 2-ാമത്തെ ലാർജസ്റ്റ് ആംസ് സപ്ലയർ ആയിട്ടുണ്ട് 2024 കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 22-ന് ശേഷം, റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം. അപ്പോൾ കൂടുതലും ഫ്രാൻസിൻ്റെ എക്സ്പോർട്ട് പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ്. അത് 2015-19 അപേക്ഷിച്ച് 2024 കാലഘട്ടത്തിൽ കൂടിയിട്ടുണ്ട് 187%. കാരണം റഷ്യ യുക്രൈൻ വാറിനെ ഭയന്ന് പല നേറ്റോ യൂറോപ്യൻ രാജ്യങ്ങൾ ആയുധങ്ങൾ കൂടുതൽ വാങ്ങിക്കുന്നൊരു കാലഘട്ടമാണ് ഇത് നമ്മൾ പറഞ്ഞു. അപ്പം
അവർക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന ഫ്രാൻസ്, ജർമ്മനി, സൗത്ത് കൊറിയ, ഇസ്രായേൽ, അമേരിക്കയാണ് ഏറ്റവും മുൻപിൽ. അത് കഴിഞ്ഞാൽ അമേരിക്ക കഴിഞ്ഞ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഫ്രാൻസ്, ജർമ്മനി, ഇസ്രായേൽ, സൗത്ത് കൊറിയ ഇതുപോലുള്ള രാജ്യങ്ങളാണ്. അപ്പം ഇന്ത്യയും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ ഫ്രാൻസിന്റെ മേടിച്ചിട്ടുണ്ട് 28%. അപ്പം യൂറോപ്പിന്റെ മൊത്തം ഷെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 15%. അപ്പം അതിനേക്കാൾ കൂടുതലാണ് ഇന്ത്യ മേടിച്ചിട്ടുള്ള ആയുധങ്ങൾ 28%. ഫ്രാൻസിൽ നിന്ന് പിന്നെ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ മേടിക്കുന്ന ഖത്തറാണ് 9.7%. ചൈന ആംസ് എക്സ്പോർട്ടേഴ്സിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യത്തിൽ 4ാമതായിട്ടുണ്ട് 2020-24 കാലഘട്ടത്തിൽ. അത് മൊത്തം ആഗോള എക്സ്പോർട്ടിന്റെ 5.9% ചൈന എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചൈനയുടെ എക്സ്പോർട്ടൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ഒത്തിരി രാജ്യങ്ങൾ പിന്നെ പല രാഷ്ട്രീയമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ റീസൺസ്, ഇപ്പൊ അമേരിക്കയൊക്കെ ഭയന്നോ അല്ലെങ്കിൽ യൂറോപ്പിനെയൊക്കെ ഭയന്നോ ഒക്കെ തന്നെ പല രാജ്യങ്ങളും ചൈനയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കുന്നത് പിന്നെ കുറച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വാങ്ങിക്കത്തില്ല എന്നുള്ള കാഴ്ചയോട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇന്ത്യയെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ കണ്ട് ഇവിടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ് ഇന്ത്യയാണല്ലോ. ഇന്ത്യ 2ാമത്തെ സ്ഥാനത്ത് പോയി എന്ന് പറയുന്നുണ്ട്. 2ാം സ്ഥാനത്ത് പോയി കാരണം യുക്രൈൻ ഇപ്പോൾ 1ാം സ്ഥാനത്തായതുകൊണ്ട്. കാരണം ഉക്രൈൻ 1ാം സ്ഥാനത്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1ാം സ്ഥാനത്തായത്. ഇപ്പൊ യുദ്ധം തീർന്ന് അവിടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യുക്രൈന് ഒരുപക്ഷെ ഇനിയും ഇതുപോലുള്ള ആയുധങ്ങൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം യൂറോപ്പിലെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും 10-35 രാജ്യങ്ങളോളം യുക്രൈൻ പലതരത്തിലുള്ള ആയുധങ്ങൾ ചെറുത് അമേരിക്കയുടെ നേതൃത്വത്തിൽ, അമേരിക്കയുടെ ടോപ്പ് ആയിട്ടുള്ള സെല്ലർ. അപ്പോൾ അമേരിക്ക മുതൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട് ഇതുപോലുള്ള രാജ്യങ്ങൾ മുതൽ താഴോട്ട് എല്ലാ രാജ്യങ്ങളും, ഈവൻ എസ്റ്റോണിയ പോലുള്ള രാജ്യങ്ങൾ വരെ യുക്രൈൻ ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു യുദ്ധം നടക്കുമ്പോൾ, ഫുൾ സ്കെയിൽ വാർ നടക്കുമ്പോൾ തീർച്ചയായിട്ടും എത്ര മേടിച്ചാലും തികയത്തില്ലല്ലോ. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഫുൾ ഫ്ലഡ്ജ് വാറാണല്ലോ തീർച്ചയായിട്ടും നടക്കുന്നത്. അതും 2 വർഷത്തിന് മേളിലായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യേണ്ടത് മിലിറ്ററി പ്രോഡക്ട്സ് ആയിരിക്കും ഈ 2 രാജ്യങ്ങൾ നടക്കാം. അപ്പൊ റഷ്യക്ക് സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഏറെക്കുറെ നല്ലൊരു ശതമാനം അവരുടെ മാനുഫാക്ചറിങ് ബേസിന് മതിയാകും. പിന്നെ അവർ വെളിയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. ഇറാന്റെ ഡ്രോണും അല്ലെങ്കിൽ ചൈനയിൽ നിന്നും ഒക്കെ തന്നെ പല എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മിലിറ്ററി എന്താണ് പറയുന്നത് പ്രോഡക്ട്സ് മേടിക്കുന്നുണ്ടായിരിക്കാം. ഉണ്ട്. കാരണം ഇറാന്റെ ഡ്രോണൊക്കെ റഷ്യ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ റിപ്പോർട്ട് വായിച്ചാണ്. എന്നാൽ തന്നെ മെജോറിറ്റി അല്ലെങ്കിൽ മേജർ ഷെയറും റഷ്യയുടെ ആഭ്യന്തരമായിട്ടുള്ള ഉൽപ്പാദനത്തിൽ നിന്ന് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം യുക്രൈനെ സംബന്ധിച്ച് അങ്ങനൊരു അവസരം നിലനിൽക്കുന്നില്ല. അവർക്ക് കൂടുതൽ ആയുധങ്ങളും അല്ലെ ഒട്ടുമിക്ക എല്ലാ ആയുധങ്ങളും അവർക്ക് പുറത്തുനിന്ന് മേടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ഈ കാലയളവിൽ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ആംസ് ഇമ്പോർട്ടറായി മാറി. അപ്പോൾ അവർ മാറിയത് കൊണ്ട് ഇന്ത്യ 2ാം സ്ഥാനത്തായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്കായിരിക്കും ടോപ്പായിട്ടുള്ള ഈ ഒരു പൊസിഷൻ ഒക്കുപ്പൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇന്ത്യ നമുക്കറിയാം ചൈനയും പാകിസ്ഥാനും തൊട്ടയൽ രാജ്യമായിട്ട് ഉള്ളത് കൊണ്ടും നമ്മൾ അവരുമായിട്ട് അല്ലെങ്കിൽ അവർ നമ്മളുമായിട്ട് അത്ര സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷമല്ലാത്തതുകൊണ്ടും നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം വളരെ അത്ര സാറ്റിസ്ഫാക്ടറി അല്ലാത്തതുകൊണ്ടും നമുക്ക് തീർച്ചയായിട്ടും ആയുധങ്ങൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യേണ്ട അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് മേടിക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ ഇമ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്. 2015-19 അനുസരിച്ച് 2024 കാലയളവിൽ 9.3% ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. റഷ്യയിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങിക്കുന്നത് 36%. അത് 2015-19 കാലയളവിൽ 55% അതിന് പുറമോട്ട് 2010-14 കാലയളവിൽ 72%. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറഞ്ഞിട്ട് 36% ഇപ്പോൾ എന്നുള്ളത്. കാരണം നമുക്കറിയാം യുദ്ധം നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലും പിന്നെ ഇന്ത്യ നമ്മളുടെ ആംസ് ബൈയിങ്ങിനെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തു. റഷ്യയെ മാത്രം ആശ്രയിക്കേണ്ട. ഇപ്പൊ അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഇസ്രായേലിൽ നിന്നൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റഷ്യ കഴിഞ്ഞാൽ മേടിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ നിന്നൊക്കെ നമ്മൾ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അതുപോലെ ഫ്രാൻസിൽ നിന്നും. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന ആ ഒരു ഷെയർ തീർച്ചയായിട്ടും 2010-14 കാലഘട്ടത്തിൽ 72% നമ്മുടെ ആയുധങ്ങൾ റഷ്യയിൽ നിന്നായിരുന്നു. 15-19 കാലയളവിൽ 55%. ഇപ്പോൾ അത് 36% മാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് കുറവ് വരും. കാരണം അമേരിക്കയായിട്ട് നമ്മൾ കൂടുതൽ ശക്തമായിട്ടുള്ള മിലിറ്ററി ടു മിലിറ്ററി റിലേഷൻസ് ഒക്കെ
പിന്നെ വർദ്ധിച്ചു വരുന്നത് കൊണ്ട്, അത് തന്നെയല്ല ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള പ്രഷേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനിയും ചെന്നെത്തപ്പെടും. അതുകൊണ്ട് റഷ്യയുടെ ഷെയറുകൾ കുറയാനുള്ള സാധ്യതയും നമുക്ക് ഇനിയും കാണാൻ നമുക്കതില്ല. പാകിസ്ഥാന്റെ ആംസ് ഇമ്പോർട്ട് 61% കൂടിയിട്ടുണ്ട് 15-19 കാലയളവിനെ അപേക്ഷിച്ച്. ചൈനയ്ക്ക് ഒരു ആദ്യത്തെ ടോപ്പ് 10 ലിസ്റ്റിലില്ല, ആംസ് ഇമ്പോർട്ട് ചെയ്യുന്ന ലിസ്റ്റിലില്ല. കാരണം അവര് ഏകദേശം സ്വയം പര്യാപ്തത കൈവരിക്കുകയും ഇപ്പൊ അവരൊരു ഡോമിനന്റ് ആയിട്ടുള്ളൊരു സപ്ലയർ കൂടിയാണല്ലോ. കാരണം ഗ്ലോബൽ റാങ്കിങ്ങിൽ അവര് 4-ാമത്തെ 5-ാമത്തെ എക്സ്പോർട്ടറാണ് നമ്മൾ പറഞ്ഞു മുമ്പേ പറഞ്ഞത്. അപ്പം ചൈനയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുന്നത് ചൈനയാണ്. പാകിസ്ഥാന്റെ ആംസ് ഇമ്പോർട്ടിൽ 81% ചൈനയിൽ നിന്നാണ് 20-24 കാലഘട്ടത്തിൽ. 2015-19 അത് 74%, അതിനേക്കാൾ കൂടി ഇപ്പൊ 81%. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ വാങ്ങിക്കുന്ന ആയുധങ്ങളുടെ 81% ചൈനയിൽ നിന്നാണ് മേടിക്കുന്നത്. ചൈനയുടെ ഇമ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ട് അതായത് ഇറക്കുമതി. അതുപോലെ തന്നെ തായ്വാന്റെ ഇമ്പോർട്ടും കുറഞ്ഞിട്ടുണ്ട്, സൗത്ത് കൊറിയയുടെ ഇമ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മറ്റ് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെയൊക്കെ ഇമ്പോർട്ടുകൾ 15-19 കാലയളവിനെ അപേക്ഷിച്ച് 20-24 കാലഘട്ടത്തിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജപ്പാന്റെ ഈ ഒരു കാലഘട്ടത്തിൽ കാരണം ജപ്പാൻ ഈ അടുത്ത കാലയളവിലായിട്ട് അവര് കൂടുതൽ അവരെ മിലിറ്ററൈസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ജപ്പാന്റെ ആയുധങ്ങൾ വാങ്ങുന്ന ആ ഒരു പ്രവണത 93% അത് കൂടിയിട്ടുണ്ട്. ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആംസ് ഇമ്പോർട്ട് ചെയ്ത രാജ്യവും ജപ്പാൻ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ചൈനയുടെ വലിയ ഈ പവർ പ്രൊജക്ഷനും അവരുടെ വെല്ലുവിളികളും ഒക്കെ കാരണം ജപ്പാന് ഈ ഒരു പക്ഷേ തായ്വാൻ, സൗത്ത് കൊറിയ അതുപോലെ തന്നെ മറ്റ് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളൊക്കെ അവരുടെ ഇമ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ജപ്പാൻ അറ്റ് ദ സെയിം ടൈം അവരുടെ ഇമ്പോർട്ട് കൂടുതൽ അവർ അമേരിക്കയിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കുന്നതല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ലോക ആയുധ വ്യാപാരത്തിന്റെ കമ്പോളത്തിന്റെ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ. പിന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആംസ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം പിന്നെ ഖത്തർ, സൗദി, ഈജിപ്റ്റ്, കുവൈറ്റ്. ഖത്തറാണ് പിന്നെ 2024 കാലഘട്ടത്തിൽ ലോകത്തിലെ 3-ാമത്തെ ആംസ് ഇമ്പോർട്ടർ. നാലോചിച്ച് നോക്കുക, വളരെ ചെറിയൊരു രാജ്യമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നത്. അതിന്റെ പിന്നിലുള്ള ഒരു ജിയോ പൊളിറ്റിക്സ് വേറെയാണ്. കാരണം ഖത്തറിനേക്കാൾ വലിയൊരു രാജ്യമായിട്ടുള്ള സൗദിയെ പോലും മറികടന്നിട്ടാണ് ഖത്തർ 3-ാമത്തെ ഏറ്റവും വലിയ ആംസ് ഇമ്പോർട്ടറായിട്ട് മാറിയിട്ടുള്ളത്. സൗദി അറേബ്യയുടെ ആംസ് ഇമ്പോർട്ട് 41% കുറഞ്ഞിട്ടുണ്ട് 15-19 കാലഘട്ടത്തിനെ അപേക്ഷിച്ച്. അപ്പൊ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആയിരുന്നു USA ആണ് 52%. അതില് പിന്നെ ഇറ്റലിയിൽ നിന്ന് 13% വരുന്നുണ്ട്, ഫ്രാൻസിൽ നിന്ന് 9.8%, ജർമ്മനിയിൽ നിന്ന് 7.6%. അപ്പൊ ഏറ്റവും കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയാണ് മിഡിൽ ഈസ്റ്റിന് ആയുധങ്ങൾ നൽകുന്നത്. അപ്പം പിന്നെ ഇറാനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാന്, ചൈന, റഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. പക്ഷേ ഗാസയിൽ ഇസ്രായേൽ പാലസ്തീൻ ഹമാസ് യുദ്ധം നിലനിൽക്കുമ്പോഴും ഇസ്രായേലിന്റെ ആംസ് ഇമ്പോർട്ട് 2015-19 അപേക്ഷിച്ച് 2024 കാലത്തിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം USA ആണ് ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്നത്, 66%. ഇസ്രായേലിന് വേണ്ട ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. പിന്നെ ജർമ്മനി 33%, ഇറ്റലി 1%. അപ്പം ഇസ്രായേലിന്റെ റാങ്കിങ് എന്ന് പറഞ്ഞാൽ 15ആണ് ലോക ആയുധ ഇറക്കുമതിയിൽ എന്ന് പറഞ്ഞാൽ. അത് 14-ൽ നിന്ന് ഡൗൺ ഫ്രോം 14. 15-19 കാലഘട്ടത്തിൽ 14ആയിരുന്നു, അതിപ്പോൾ 15 ആയിട്ടുണ്ട്. അപ്പൊ അത് കുറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അമേരിക്കയിൽ നിന്നാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ലഭിക്കുന്നത്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ജർമ്മനി ആണ് 33% കൊടുക്കുന്നത്. ഇറ്റലി ഉണ്ട്, പിന്നെ മറ്റു പല രാജ്യങ്ങൾ ബ്രിട്ടനൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പം അമേരിക്കയുടെ വെപ്പൺസ് ആണ് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധം ഈ പറഞ്ഞ റഷ്യൻ യുക്രൈൻ യുദ്ധം പോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഫെയറാണ്. പിന്നെ നമുക്കുള്ളത് ആഫ്രിക്കയിലേക്കൊക്കെ പോകാം. അപ്പം
തീർച്ചയായിട്ടും അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പം നമ്മളിവിടെ ഇന്ത്യയുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു, അതായത് യുക്രൈൻ ഇന്ത്യയെ പിന്തള്ളി ഒന്നാം സ്ഥാനത്തെത്തി. അതിന്റെ കാരണം ഈ ഒരു യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആം, എല്ലാ കാലഘട്ടത്തിലും മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഇന്ത്യ തന്നെ ആയിരിക്കും ഒന്നാമത്തെ ആംസ് ഇമ്പോർട്ടർ. പിന്നെ സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്നത് റഷ്യയാണ്. അത് 2010 14 കാലഘട്ടത്തിൽ 72%ആയിരുന്നു. 15-19 കാലഘട്ടത്തിൽ 55%ആയി കുറഞ്ഞു. ഇപ്പോൾ അത് 36% വന്നിപ്പോൾ നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ നൽകുന്നത് അമേരിക്കയും ഫ്രാൻസും ഇസ്രയേലും ഒക്കെ തന്നെയാണ്. അപ്പം ഈ റഷ്യ യുക്രൈൻ യുദ്ധം നിലനിൽക്കുന്നതിന്റെ വെളിച്ചത്തിലാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു മാറ്റങ്ങൾ റഷ്യയുടെ എക്സ്പോർട്ടിലും അതുപോലെ തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇമ്പോർട്ടിലും ഒക്കെ തന്നെ ഈ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇന്ത്യ ഇപ്പം അവിടെ യുദ്ധം നടന്നാലും ഇല്ലെങ്കിലും ശരി, നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പരിഗണിച്ചേ വരത്തുള്ളൂ. അപ്പൊ റഷ്യക്ക് തരാൻ സാധിക്കത്തില്ലെങ്കിൽ നമുക്ക് പിന്നീട് മറ്റ് ആയുധ ആ, വിൽപ്പനക്കാരെ, അമേരിക്ക പോലുള്ള, ഫ്രാൻസ് പോലുള്ള, ഇപ്പൊ ഫ്രാൻസിനൊക്കെ നമുക്ക് ആ, നല്ലൊരളവിൽ ഫ്രാൻസ് നൽകുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും മീറ്റ് ചെയ്യാൻ ഫ്രാൻസിന് കഴിയത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇസ്രായേലിനും കഴിയത്തില്ല. അപ്പൊ പിന്നെ അമേരിക്ക അല്ലെങ്കിൽ ജർമ്മനി, ബ്രിട്ടൻ ഇതുപോലുള്ള രാജ്യങ്ങളെ നമ്മൾ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. നമ്മളുടെ ആഭ്യന്തര ഉൽപാദനം അല്ലെങ്കിൽ നമ്മളുടെ ആഭ്യന്തര ശേഷി നമ്മൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നത് വരെ നമുക്ക് തീർച്ചയായിട്ടും ഈ ആംസ് ഇമ്പോർട്ടിനെ അല്ലെങ്കിൽ ആയുധ ഇറക്കുമതിയെ ആശ്രയിക്കുകയും ഇതുപോലുള്ള രാജ്യങ്ങളെ നമുക്ക് ആശ്രയിക്കുക ചെയ്താൽ മാത്രമേ നമ്മളുടെ ഡിഫൻസിന്റെ, മിലിറ്ററിയുടെ അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി നീഡ്സ് നമുക്ക് തീർച്ചയായിട്ടും കാത്തു സൂക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഈ ആംസ്, നമ്മുടെ പ്രതിരോധ ആ, പരമായിട്ടുള്ളൊരു ന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഈ റഷ്യ യുക്രൈൻ വാർ നിന്നു കഴിഞ്ഞാൽ യുക്രൈന്റെ സ്ഥാനം പോകും. ഇന്ത്യക്ക് വീണ്ടും ആ സ്ഥാനം, ഒന്നാമത്തെ രണ്ടാമത്തെ സ്ഥാനം തന്നെ നമുക്ക് നിലനിർത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. വണ്ടർഫുൾ ഡേ. താങ്ക് യു വെരി മച്ച്.